അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ചെറായി ബീച്ച് കാണാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. മഴയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നല്ലൊരു വെയിൽ, രാവിലെ തന്നെ ഞാനപ്പോൾ യാത്രയായിട്ട് ചെറായി ബീച്ച് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ലൊരു വെയിലായിരുന്നു, നല്ല അടിപൊളി മഴയൊന്നുമില്ലാത്തൊരു നല്ലൊരു കണ്ടീഷനിലായിരുന്നു നമ്മൾ ചെന്നത്. പക്ഷേ ബീച്ചിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പോണ വഴിക്ക് ആൾക്കാരെല്ലാവരും മീൻ പിടിക്കുന്ന അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ചൂണ്ടിരുന്ന ആൾക്കാർ ഒരുപാട് പേര് റൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് ചെല്ലണ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നുമില്ല. രാവിലെ അതിൻ്റെ പേര് പിന്നെ കുറച്ച് തമിഴ്നാട്ടിലെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ വെള്ളം നല്ലപോലെ കലങ്ങി, നല്ല കലങ്ങി മറിഞ്ഞാണ് അപ്പോൾ വന്നത്. നമുക്ക് താഴത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല ഫുള്ളായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ബീച്ച് സൈഡ് നമ്മൾ ചെല്ലണ എൻട്രൻസ് ആ സൈഡിലൊക്കെ നമുക്ക് മേത്തോട്ടൊന്നും വെള്ളം തെറിക്കില്ല എന്ന് നമുക്ക് നോക്കി നിൽക്കാം. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് നമ്മൾ മുനമ്പ റൂട്ടിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് സൈഡിലോട്ട് നിൽക്കാൻ പറ്റില്ല, നല്ലപോലെ നമ്മുടെ മേത്തോട്ട് തെറിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ പേരിൽ നമുക്കൊരു കുറച്ചും കൂടി പേടി ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ തൊട്ട് കയറി കഴിഞ്ഞാൽ നല്ല വെള്ളം നമ്മൾ തെറിച്ചു പോകും, അത്രയും പോലെ വെള്ളം പുറത്തോട്ട് വന്നത്. ഇത്തവണ മുൻപ് എല്ലാ തവണയും ഇങ്ങനെ ഒരു മഴക്കാലത്ത് മണ്ണടിച്ച് റോഡിലോട്ട് കയറാറുണ്ട്. ഇത്തവണ നമുക്ക് വന്നേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് ബീച്ചിലോട്ട് പോകുന്ന വഴിയുണ്ടല്ലോ, നമുക്ക് ചെറായിട്ട് പോയി കഴിഞ്ഞാൽ മുൻപ് ബീച്ചിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. കാരണം ഒരുപാട് കട്ടയും മണ്ണും എല്ലാം കൂടി ഫുള്ളായിട്ട് മൂടിയാണ് കിടക്കുന്നത്. ആ ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ ഞാൻ പോയുള്ളൂ, അവിടെ അറ്റത്തോട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല. എന്താ കണ്ടീഷൻ അറിയില്ല, പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. മഴ മാറിക്കഴിഞ്ഞപ്പോൾ കുറവായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് വെള്ളം അടിച്ച് റോഡിലോട്ട് കയറണതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ചെറായി മുനമ്പ സൈഡ് തന്നെ. സാധാരണ നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോകാം, ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ കുഴിപ്പള്ളി ബീച്ചിൽ പോകാം. നമുക്ക് ഈ ഇവിടെ പറവൂരിൽ നിന്നൊക്കെ വന്നവർക്ക് കുഴിപ്പള്ളി ബീച്ചിൽ പോകാൻ ചെറായി ബീച്ചിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കുഴിപ്പള്ളി ബീച്ചിൽ വരും. പിന്നെ ഇപ്പറേ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള കുറച്ച് ഇത് കാണാൻ പറ്റും. വെള്ളവും അതിൻ്റെ സൈഡുകളൊക്കെ കാണാൻ, മീൻ പിടിക്കണം, അങ്ങനെ കുറച്ച് കാണാൻ പറ്റും. ബീച്ചിലോട്ട് ഡയറക്റ്റ് പോകാനാണെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി. എന്നിട്ട് ചെറായി ബീച്ചിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ അധികം വഴിയില്ല കേട്ടോ. അതുപോലെ ഈ കണ്ടീഷനിലാണ് വെള്ളം കിടക്കാൻ പറ്റാം. അപ്പോൾ ഇതിന് ചുറ്റും ഞാൻ കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോയി. കുഴിപ്പള്ളി ബീച്ചിലോട്ട് പോകുമ്പോൾ നമുക്ക് സാധാരണ പോകുമ്പോൾ അവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് മണ്ണ് കയറി നല്ലപോലെ ഓടിക്കാൻ പറ്റാത്ത ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ ഈ തവണ അത്രയില്ല, ഇനി അടുത്ത് മാറ്റിയതാണെന്ന് അറിയില്ല. കുഴിപ്പള്ളി ബീച്ചിലൊക്കെ JCBക്ക് അവിടെ മണ്ണ് മാറ്റി കൂട്ടിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കട്ടെ, ആ റോഡിൻ്റെ ഒരു സൈഡ് കാണിക്കട്ടെ. ഇതേപോലെ മണൽ മണ്ണ് ഇതേപോലെയൊക്കെ ചാക്കൊക്കെ കെട്ടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലോട്ട് ബീച്ചിൽ തുറന്നു റൈറ്റിലോട്ട് പോകുമ്പോൾ റൂട്ടിൽ പോകുമ്പോൾ എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നല്ലൊരു ഈ കണ്ടീഷനില്ല, അല്ലാത്തൊരു സമയത്ത് നല്ല മഴയൊക്കെ മാറിയിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നല്ല രസമുള്ള സ്ഥലമുണ്ട്. ഇവിടെ കാറ്റടിയും കുറച്ച് സംഭവങ്ങളൊക്കെ അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സ്ഥലം. ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ മേലെ കയറി നിൽക്കാൻ പറ്റും. പക്ഷേ കയറി നിന്ന് ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കി, പക്ഷേ അവിടെ വെള്ളം തീർച്ചയായും തന്നെ ഇതേപോലെ വന്ന് നമ്മൾ നല്ല നിൽക്കാൻ പറ്റില്ല, തീർത്തിച്ച് കളയും. അതേപോലെ ഇതിൽ പുറത്തോട്ട് വരണ്ട്. അപ്പം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഏരിയത്തിന് അനുസരിച്ച് താഴോട്ട് പറഞ്ഞു. അതാണ് എപ്പോഴും സംഭവിക്കാം. നമ്മളായാലും ആരായാലും ഇത്രയും ശ്രദ്ധിച്ച് തന്നെ എവിടെയായാലും നമ്മൾ ശ്രദ്ധിക്കും. വിചാരിക്കും അപകടമൊന്നും പറ്റില്ലെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തും സംഭവിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടേ എന്തും ചെയ്യാവൂ. അപ്പോൾ ഇതാണ് ആ കണ്ടീഷൻ കേട്ടോ. ഇത് മുനമ്പത്തോട്ട് പോകണ പോലെ ചെറായിന്ന് മുനമ്പം റോഡ് ബീച്ച് റോഡാണ്, തീരദേശ റോഡാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. നമുക്ക് ടൂ വീലറൊക്കെ ഓടിച്ചൊരു പരിധിയിലും പോകാം, കാറും പോകുന്നുണ്ട്.